ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം, അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ നമുക്കിന്ന് ചിന്തിക്കാം. പൗലോസ് അരയോപക മധ്യേ നിന്നുകൊണ്ട് പറഞ്ഞത്: അഥേന പുരുഷന്മാരെ, നിങ്ങളെല്ലാറ്റിലും അതിഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു. ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാത ദേവന് എന്ന് എഴുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു. എന്നാൽ നിങ്ങളറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവൻ ആകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മാനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി. അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ. അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല താനും. അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ കവിവരന്മാരിലും ചിലർ നാം അവൻ്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. നാം ദൈവത്തിൻ്റെ സന്താനം എന്ന് വരികിൽ ദൈവം മനുഷ്യൻ്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് കൊത്തിത്തീർക്കുന്ന പൊൻ, വെള്ളി, കല്ല് എന്നിവയോട് സദൃശ്യമെന്ന് നിരൂപിക്കേണ്ടതല്ല. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് കേട്ടിട്ട് ചിലർ പരിഹസിച്ചു. മറ്റു ചിലർ, ഞങ്ങൾ ഇതിനെപ്പറ്റി പിന്നെയും നിന്റെ പ്രസംഗം കേൾക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പൗലോസ് അവരുടെ നടുവിൽ നിന്ന് പോയി ചില പുരുഷന്മാർ അവനോട് ചേർന്ന് വിശ്വസിച്ചു. അവരിൽ അരയോപകസ്ഥാനിയായ ദിയോനുസ്യോസും ദമരീസ് എന്നു പേരുള്ള സ്ത്രീയും മറ്റു ചിലരും ഉണ്ടായിരുന്നു. വളരെ പ്രത്യേകതയുള്ള ഒരു പ്രസംഗമാണ് ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. വിദ്യാസമ്പന്നരും തത്വജ്ഞാനികളുമായ ആളുകളോട് പൗലോസ് നടത്തുന്ന പ്രസംഗം. ഇത് അഥേനയിൽ അരയോപക കുന്നിൽ വെച്ചാണ് നടന്നത്. തൻ്റെ കേൾവിക്കാർ എങ്ങനെയുള്ളവർ എന്ന് മനസ്സിലാക്കി നടത്തുന്ന ഒരു പ്രസംഗമാണിത്. ഇത് നമുക്കൊരു മാതൃകയാണ്. കാരണം കേൾവിക്കാർക്ക് അനുയോജ്യമായ നിലയിൽ സുവിശേഷ സന്ദേശം അവതരിപ്പിക്കുന്ന ഒരു പ്രസംഗമാണിത്. ഇവിടെയുള്ള കേൾവിക്കാരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഇവർ യഹൂദ മതവുമായി യാതൊരു ബന്ധവുമുള്ളവരല്ല. അതുകൊണ്ട് തന്നെ പഴയ നിയമ പുസ്തകങ്ങളെക്കുറിച്ചോ യേശുവിനെക്കുറിച്ചോ അവർക്ക് അറിയില്ല. രണ്ടാമത്, 2 തരം ഫിലോസഫിയിൽ വിശ്വസിക്കുന്ന ആളുകളാണ് അവിടെയുള്ളവർ. ഈ ലോകത്ത് മാത്രമാണ് ജീവിതം. പുനരുത്ഥാനം അഥവാ മരണാനന്തര ജീവിതം, അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നേയില്ല. അങ്ങനെ ഒരു കാര്യമില്ല എന്ന് വിശ്വസിക്കുന്നവർ. മറ്റൊരു കൂട്ടർ തൂണിലും തുരുമ്പിലും ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരും എല്ലാം വിധിയാണ് എന്ന് കരുതുന്നവരും. ഇവർ ഫിലോസഫി അഥവാ തത്വജ്ഞാനത്തിന് പ്രാധാന്യം നൽകുന്നവരാണ്. അറിവാണ് പ്രധാനം, അറിവില്ലാത്തവർ വിലയില്ലാത്തവർ എന്ന് അവർ പുച്ഛിക്കുന്നു. കൂടാതെ അറിവുള്ള ആളുകൾ അതനുസരിച്ച് ജീവിക്കണം എന്ന കാര്യത്തിൽ യാതൊരു പ്രാധാന്യവും ഇല്ലാത്തവരാണ്. സാധാരണ പൗലോസ് സിനഗോഗുകളിൽ പോയാണ് പ്രസംഗിക്കുന്നത്. അവിടെ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ പ്രസംഗം എങ്ങനെ തുടങ്ങുന്നു എന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. അവരെ പ്രശംസിച്ചുകൊണ്ട് ആണ് തൻ്റെ പ്രസംഗം തുടങ്ങുന്നത്. അവർ
ഭക്തിയുള്ള ആളുകളാണ് എന്ന് താൻ പറയുന്നു. എന്നാൽ അവർ അവിടെ ചെയ്യുന്ന ഒരു പ്രത്യേക കാര്യത്തെ എടുത്ത് സൃഷ്ടാവായ ദൈവത്തിങ്കിലേക്ക് അവരെ നയിക്കുവാനാണ് പൗലോസ് ശ്രമിച്ചത്. ദൈവം സൃഷ്ടാവാണെങ്കിൽ ദൈവം ഒരുവനെ ഉണ്ടായിരിക്കും. കാരണം പല സൃഷ്ടാക്കന്മാർ ഉണ്ടാകാൻ സാധ്യതയില്ല. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ഒരുവനായിരിക്കണം. സൃഷ്ടാവായ ദൈവം നമ്മൾ സൃഷ്ടിച്ച ആലയത്തിൽ വസിക്കില്ലല്ലോ. ഈ സൃഷ്ടിയേക്കാളൊക്കെ വലിയവനാണല്ലോ ഈ സൃഷ്ടി നടത്തിയവൻ. അതുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ടൊരു പ്രയോജനമില്ല എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. പൗലോസ് പറഞ്ഞു, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം അകന്നിരിക്കുന്നവനല്ല. ആ ദൈവം മനുഷ്യനുമായി ആശയവിനിമയം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, ബന്ധം സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടികളായ നമുക്ക് ദൈവവുമായി ബന്ധപ്പെടാൻ സാധിക്കും എന്ന് പൗലോസ് പറഞ്ഞു. ഇത്തരം കാര്യങ്ങളിൽ ഈ ആളുകൾക്ക് അറിവില്ലായ്മയുണ്ടായിരുന്നു എന്നത് ഒരു സത്യമാണ്. പക്ഷേ മനുഷ്യർക്ക് അറിവില്ലായിരുന്നു എന്ന കാരണത്തെ ദൈവം മറക്കാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ഗണ്യമാക്കുന്നില്ല. അതിനെ മറന്നു കളയാൻ ദൈവം ഒരുക്കമാണ്. ദൈവം സൃഷ്ടാവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പൗലോസ് ഈ പ്രസംഗം ആരംഭിച്ചത്. എന്നാൽ ഇതിൻ്റെ അവസാനമാകുമ്പോൾ ദൈവം സൃഷ്ടാവ് മാത്രമല്ല, ന്യായാധിപൻ കൂടിയാണ് എന്ന് പൗലോസ് സമർത്ഥിക്കുന്നു. ഈ പ്രസംഗം കേൾക്കുവാൻ ആളുകൾ വന്നുകൂടിയതിൻ്റെ ഒരു പ്രധാന കാരണം പൗലോസ് അവരോട് പുനരുത്ഥാനത്തെക്കുറിച്ച് സംസാരിച്ചു എന്നതാണ്. അത് ഈ പ്രസംഗത്തിലല്ല, അതിനു മുമ്പ്. പുനരുത്ഥാനത്തെക്കുറിച്ച് ഇവർക്ക് കേൾക്കാൻ താല്പര്യമുണ്ടായിരുന്നു. കാരണം പുനരുത്ഥാനം ഇല്ല എന്നും എല്ലാം ഇവിടം കൊണ്ട് അവസാനിക്കുന്നു എന്നും വിശ്വസിക്കുന്ന ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ തന്നെ മരണശേഷം എന്ത് സംഭവിക്കുമെന്ന ആകാംക്ഷയും അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുന്ന ഈ പുതിയ മാർഗം എന്തെന്നറിയാനാണ് അവർ വന്നത്. എന്നാൽ പൗലോസ് പുനരുത്ഥാനത്തെക്കുറിച്ച് പറഞ്ഞു. ഒരു പ്രത്യേക ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് താൻ പറഞ്ഞു. ഒരു വ്യക്തിയുടെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് പൗലോസ് പറഞ്ഞു. ആ വ്യക്തി കർത്താവായ യേശുക്രിസ്തുവാണ് എന്ന് നമുക്കറിയാം. എന്നാൽ പൗലോസ് ആ പേര് ആളുകളോട് പറഞ്ഞില്ല. പകരം ഭാവിയിൽ ദൈവം ഈ ലോകത്തെ അഥവാ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും ന്യായം വിധിക്കും എന്ന് പഠിപ്പിക്കുവാനാണ് പൗലോസ് ശ്രമിച്ചത്. താൻ പറഞ്ഞത് ദൈവം ഈ ലോകത്തെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. അതിൻ്റെ തെളിവാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. പൗലോസ് യേശുവിൻ്റെ പേര് പറയാതെ ഒരു മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ അതിനുള്ള തെളിവ് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പൗലോസിൻ്റെ ഈ പ്രസംഗം ഒരു പ്രയോജനവുമില്ലാത്തതാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അവർ പറയുന്നത് ശരിക്കും നമ്മൾ സുവിശേഷം പറയുന്നത് പോലെ പൗലോസ് സുവിശേഷം പറഞ്ഞില്ല, യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞില്ല, തൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞില്ല. അതുകൊണ്ട് ഇത് പ്രയോജനമില്ലാത്ത ഒരു പ്രസംഗമാണ്. ഈ പ്രസംഗം മൂലം ആരും വിശ്വസിച്ചില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. ഞാനതിനോട് യോജിക്കുന്നില്ല. കാരണം ദൈവവചനത്തെക്കുറിച്ചോ യേശു ക്രിസ്തുവിനെക്കുറിച്ചോ ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു കൂട്ടം ആളുകളോട് സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ചും എല്ലാ മനുഷ്യരുടെയും പ്രശ്നം ഒന്നു തന്നെയാണ്, അവർ ദൈവമുമ്പാകെ ന്യായം വിധിക്കപ്പെടും എന്നും പൗലോസ് ഇവിടെ സമർത്ഥിച്ചു. ഇനി ആ ന്യായവിധിയുടെ തെളിവായിട്ട് ദൈവം ഒരാളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നും പറഞ്ഞു. ഇത് ശ്രദ്ധിച്ച ആളുകൾക്ക്, ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് അതാരാണ്, ആ ന്യായവിധിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന സംശയമുണ്ടാകും. അതുണ്ടായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്തെന്നോ, ഇവിടെ ചില ആളുകൾ പൗലോസ് പറഞ്ഞത് വിശ്വസിച്ചു എന്ന് നാം കാണുന്നു. അവരുടെ പേരും അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ ആളുകൾ വിശ്വസിച്ചത് പൗലോസ് ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം കേട്ടിട്ടല്ല. ഇതിനു ശേഷം പൗലോസിനുമായി അവർ സംസാരിച്ചിരിക്കും. അവരോട് കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പൗലോസ് പറഞ്ഞിരിക്കും. അതുകൊണ്ട് അവർ സുവിശേഷം മനസ്സിലാക്കി അത് വിശ്വസിക്കുവാനിടയായി. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ അഥേനയിൽ പൗലോസ് ചെയ്ത പ്രസംഗം ഒരു പ്രയോജനവുമില്ലാത്തതാണ് എന്ന് പറയാൻ സാധിക്കില്ല. മറ്റൊരു കാര്യം, ഈ പ്രസംഗം നമുക്കൊരു മാതൃകയാണ്. ചിലപ്പോഴൊക്കെ നാം സുവിശേഷം പ്രസംഗിക്കുന്ന സ്ഥലങ്ങളിൽ
കേൾക്കുന്ന ആളുകൾക്ക് ദൈവവചനത്തെക്കുറിച്ചോ യേശുക്രിസ്തുവിനെക്കുറിച്ചോ ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ചോ യാതൊരു പരിചയവും ഉണ്ടായിരിക്കില്ല. അവരെ ആദ്യമായി ദൈവത്തെക്കുറിച്ചും ദൈവം സൃഷ്ടാവാണെന്നും ദൈവം ന്യായം വിധിക്കുന്നവനാണെന്നും മനുഷ്യൻ പാപിയാണെന്നുമുള്ള കാര്യം ബോധ്യപ്പെടുത്തിയതിനു ശേഷമേ യേശുക്രിസ്തു ഒരു രക്ഷിതാവാണ് എന്ന കാര്യം അവരോട് പറയുന്നത് കൊണ്ട് പ്രയോജനമുള്ളൂ. അതുകൊണ്ട് ആദ്യം അവരെ സുവിശേഷത്തിനു വേണ്ടി ഒരുക്കണം. ആ നിലയിൽ സുവിശേഷം പറയുവാൻ ഒരു മാതൃകയാണ് അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിലെ പൗലോസിൻ്റെ പ്രസംഗം. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.